മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ പ്രവർത്തന സജ്ജമായി. ഇതോടെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പുതിയ ചുവടുറപ്പിക്കാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റായി നിയമിതനായ സൈനുൽ ആബ്ദീൻ കലാകൗമുദി ഡൽഹി ബ്യൂറോ ചീഫ് കെ പി രാജീവനുമായി സംസാരിക്കുന്നു. അങ്ങ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റ് എന്ന വലിയൊരു ചുമതല ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം മുസ്ലിം ലീഗിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിനും ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയത്തിനും ഏത് രീതിയിൽ പ്രയോജനകരമാകുമെന്നാണ് അങ്ങ് പറയുന്നത്? തീർച്ചയായും മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണെന്ന് കൂടി ധരിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ സ്റ്റെപ്പ് വെച്ചത്. ആദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നാഷണൽ കമ്മിറ്റി ഈ അടുത്ത് ചെന്നൈയിൽ വെച്ച് രൂപീകൃതമാകുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള കുറേ ആളുകളെ കൂടി ചേർത്ത് യൂത്ത് വിഭാഗത്തിൽ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം കൊടുത്ത് അതുപോലെ കൺസ്ട്രക്റ്റീവായി ചിന്തിക്കാൻ കഴിയുന്ന ഇടപെടാൻ പറ്റുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മിറ്റി ഉണ്ടാക്കിയത്. അതിലിപ്പോൾ മുനവർ അലി ശിഹാബ് തങ്ങൾ സെക്രട്ടറിയാണ്, അതുപോലെ ജുബൈർ സെക്രട്ടറിയാണ്. വൈസ് പ്രസിഡന്റുമാരായിട്ടും ഇത്തവണ ശരിക്കും നമ്മുടെ സമദാനി സാഹിബ് വന്നു. എന്നെ കൂടുതൽ ഉൾപ്പെടുത്തി എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകളൊക്കെ വന്നിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് നോർത്ത് ഇന്ത്യൻ മുസ്ലിം ലീഗിനെ വേണ്ടത്ര രീതിയിൽ ശക്തമാക്കാനോ ചേർത്ത് പിടിക്കാനോ സാധിച്ചിട്ടില്ലത്രേ. അങ്ങനെയാണ് കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഈ കാലഘട്ടം അങ്ങനെ പോരാ. അത് അവർക്കൊന്നുകൂടി ഒരു പ്രചോദനമാവണമെങ്കിൽ ഒരു ദേശീയ ആസ്ഥാനം കൂടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഓഫീസായി രൂപീകൃതമായത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയത് എംപിമാരുടെ ഓഫീസുകളൊക്കെ ആയിരുന്നു. അതുപോരാ, ഒരു പ്രതീക്ഷ നൽകണമെന്ന നിലയിലാണ് ഇത്രയും വലിയൊരു ആസ്ഥാനം ഉണ്ടാക്കിയത്. എന്ന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി നല്ല സൗഹൃദം ഉണ്ടാക്കണം, ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം, ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയെ തീർച്ചയായും മോട്ടിവേറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് സംഘടിപ്പിച്ച് നിർത്തണം എന്ന് ലീഗ് പല ചർച്ചകളിൽ കൂടി മനസ്സിലാക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, ലീഗിന് ഇവിടെ UDF സംവിധാനം ബാഫക്കി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ രൂപീകൃതമായി ഇന്നോളം കൊണ്ട് നടക്കുന്നതിൽ ലീഗിൻ്റെ പങ്ക്, ആ മുന്നണി അങ്ങനെ നിലനിർത്താൻ ലീഗിൻ്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ആ ലീഗിന് ഏറ്റവും വലിയ കോൺഗ്രസ് മുതൽ, അതായത് മറ്റ് തൃണമൂലായിരുന്നാലും അല്ലെ SP ആയിരുന്നാലും മറ്റ് RJD ആയിരുന്നാലും എല്ലാ പാർട്ടികളും AAP ആയിരുന്നാലും ഇവരൊക്കെ ചേർത്ത് പിടിക്കുന്നതിൽ ലീഗിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയും കോൺഗ്രസുമായി എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലീഗിന് ഒരു വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രധാന ചുമതലയിൽ വന്നിട്ടുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക തലത്തിലും മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിൽ അനുഭവജ്ഞാനമുള്ള ഒരാൾക്ക് ഇന്ത്യയുടെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ നടപ്പിലാക്കാനാണ് പാർട്ടിയോട് ആലോചിച്ചുകൊണ്ട് അങ്ങ് തയ്യാറാവുക? തീർച്ചയായും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃത്വവും കേരളത്തിൽ നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാപ്പയൊക്കെ ചേർന്ന് എന്നെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്ന് ഞാനും കരുതുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുമായി ചേർന്ന് അവരുമായി ആലോചിച്ച് എൻ്റെ കൺസെപ്റ്റുകൾ അവരുമായി ഡിസ്കഷൻ നടത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, കാരണം വലിയ ടാസ്ക്കാണ്
നോർത്ത് ഇന്ത്യയിലെ ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളത്. കാരണം പല കാരണങ്ങൾ കൊണ്ട് കുറേ വർഷങ്ങളായി അവരൊരു സംഘടിത സ്വഭാവമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഓരോ കാലഘട്ടത്തിലും കോൺഗ്രസിൽ നിന്ന് അവരെ റീജിയണൽ പാർട്ടികൾ തട്ടിയെടുത്തു, അല്ല അവരാരെയും ഡെവലപ്പ് ചെയ്തില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ല. വലിയ ടാസ്ക്കാണ്. ആദ്യം ഒരു സാമൂഹ്യ സൃഷ്ടിപ്പ് ഉണ്ടാവണമെങ്കിൽ സമൂഹത്തെ ശാക്തീകരിക്കണം, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് പ്രതീക്ഷ നൽകണം, ജീവിത വഴി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ഗ്രാസ് റൂട്ട് ഓപ്പറേഷൻ കൂടി മാത്രമേ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയൂ, രാഷ്ട്രീയ ബോധം ഉണ്ടാക്കാൻ കഴിയൂ. അങ്ങനെയുള്ളതിൽ തീർച്ചയായും പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സാധ്യമാകുന്നതൊക്കെ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, മതേതര രാഷ്ട്രീയം ഇന്ത്യയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായമെന്ന് നമുക്കറിയാം. അത് ഇന്ത്യയിലെ മറ്റ് മതേതര രാഷ്ട്രീയ പാർട്ടികളും അതേ അഭിപ്രായം വെച്ച് പുലർത്തുന്നവരാണ്. പക്ഷേ പലപ്പോഴും ഇന്ത്യ മുന്നണിയിലുൾപ്പെടെ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു ഐക്യം ഉണ്ടാക്കാൻ എന്തുകൊണ്ടോ പ്രതിപക്ഷ പാർട്ടികൾക്ക് പലപ്പോഴും കഴിയാറില്ല. കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിൽ പലപ്പോഴും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് അത്തരം ക്രൈസിസ് പരിഹരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ ഏറെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം ഒരു റോള് നിർവഹിക്കാൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അങ്ങ് തയ്യാറാകുമോ? എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ്? തീർച്ചയായും അതൊരു പ്രസക്തമായ ക്വസ്റ്റ്യനാണ്. അതായത് ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി രൂപീകൃതമായൊരു സാഹചര്യമുണ്ട്. ഒരിക്കലും രണ്ടറ്റം ചേരാൻ പറ്റാത്ത ജനസംഘം മുതൽ ഇങ്ങോട്ടുള്ള സോഷ്യലിസ്റ്റ് വരെ, അതായത് ജയപ്രകാശ് നാരായണൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ വന്നപ്പോൾ അത് കേവലം 2 വർഷം പോലും മുന്നോട്ട് പോയില്ല, വിഭജിച്ചു പോയി. അപ്പോൾ പെട്ടെന്നാണ് ഈ രാഹുൽ ഗാന്ധി ഒരു ഭാരത ജോഡോ യാത്രയൊക്കെ നടത്തി വലിയൊരു പ്രതീക്ഷയിൽ വന്നു, എങ്ങനെ ഒരു മുന്നണിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്പിനെയും ഇൻവാലിഡാക്കുക, അപ്രസക്തമാക്കുകയായിരുന്നു BJPയുടെ തന്ത്രം. ആദ്യം തന്നെ അതിൻ്റെ മുന്നണി കൺവീനറെ ഉൾപ്പെടെ അങ്ങോട്ട് കേന്ദ്രീകരിച്ച് അവർ ഫസ്റ്റ് തന്നെ ഒരു ഷോക്ക് തന്നു. പിന്നെ ഉണ്ടായപ്പോൾ അവിടെ ഒരു അരക്ഷിതാവസ്ഥ വന്നു. അപ്പം പല രീതിയിലുള്ള പല ആളുകളും TMC ആയിരുന്നാലും അതല്ല SP ആയിരുന്നാലും ഇത് പല പാർട്ടികളും ഒരു വേണ്ടത്ര ഹോംവർക്കോ ചർച്ചയോ പരസ്പരം നടന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തരെയും സംസ്ഥാനത്തുള്ള അവരുടെ പ്രഭാവം, അവരുടെ പെരുമ നിലനിർത്തുക എന്നതിൻ്റെ അപ്പുറത്ത് ഒരു മൊത്തത്തിലൊരു ഐക്യം എന്നുള്ള ചിന്തയൊന്നും വേണ്ടത്ര വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പൊതുവെ ഞങ്ങളുടെ കണക്കൂട്ടൽ. അപ്പോൾ തീർച്ചയായും അതായത് ഒരു ടൈം എടുത്താലും ഇവരോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനും ഇതൊക്കെ ചേർത്ത് വെക്കാനും ഈ മതേതരത്വം എന്ന ഇന്ത്യയുടെ ഈ വലിയ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തകർന്നു പോകാതിരിക്കാൻ, നാനാത്വത്തിൽ ഏകത്വം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ജീവിച്ചു പോയൊരു സാഹചര്യം ഒരു വലിയ പൂന്തോട്ടത്തിൽ പല പുഷ്പങ്ങളായി ജീവിച്ച അതുപോലെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ജനങ്ങളുടെ മനസ്സിപ്പോഴും അങ്ങനെ ഒരു വർഗീയമായോ അല്ലെങ്കിൽ വിഭാഗീയമായോ ചിന്തിക്കുന്ന ഭൂരിഭാഗം ആളുകളെയും കാണുമ്പോൾ അതിൽ മൈനോറിറ്റി ആളുകൾ മാത്രമേ വല്ല മോശം ചിന്തകളോ അല്ലെങ്കിൽ ഭീകരവാദമോ അല്ലെങ്കിൽ തീവ്ര ചിന്തകളോ അല്ലെങ്കിൽ വർഗീയ ചിന്തകളോ ഉള്ളവരുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം. തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിന് മുസ്ലിം ലീഗിലൂടെ വലിയ സംഭാവന നൽകാൻ അങ്ങയുടെ നേതൃത്വത്തിൽ കഴിയട്ടെ എന്ന് കലാകൗമുദി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.